ഹലോ ഗൈസ്, അപ്പം സ്വീഡനിൽ നിന്ന് നമുക്ക് പല രാജ്യങ്ങളിലോട്ട് പോകാനായിട്ട് ഫെറി പിടിക്കാവുന്ന ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഫെറി പിടിച്ചേ പോകാൻ പറ്റൂ, അങ്ങനെയുമുണ്ട്. ഈ ഫെറിയിലോട്ട് കയറുമ്പോൾ തന്നെ ട്രാഫിക് കൺട്രോൾ ചെയ്യാനുള്ള ആൾക്കാരെയൊക്കെ അവരവിടെ നിർത്തിയിട്ടുണ്ട്, അകത്തും പുറത്തും. ഇപ്പം നമ്മൾ ഫെറിക്ക് അകത്താണ്, നിങ്ങൾക്ക് കാണാം ഇതൊക്കെ പാർക്കിംഗ് സ്പേസസ് ആണ്. ഇനി പാർക്കിങ്ങിൻ്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ നടന്നിട്ട് ലെയിൻ ഓഫ് കാർസ് ഉണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ കൂടെ നടന്നിട്ട് നമ്മൾ ലിഫ്റ്റ് കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ സ്റ്റെപ്പ് എടുത്തിട്ട് ഡെക്കിലോട്ട് പോവുകയോ ചെയ്യാം. പിന്നെ ഈ പാർക്കിംഗ് സ്പേസിനകത്ത് വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുന്നവരും ഉണ്ട്, അല്ല ഡെക്കിൽ പോയി ഓക്കെ ഒന്ന് റിഫ്രഷ് ആകാം എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. നമ്മുടെ ചോയ്സാണ്. അങ്ങനെ നമ്മൾ ഡെക്കിലെത്തുമ്പോൾ അവിടെ റെസ്റ്റോറൻറ്റ്സ് കാണാം. അതേപോലെ തന്നെ ഫ്ലൈറ്റിനകത്ത് സീറ്റ്സ് പോലത്തെ സീറ്റ്സ് കാണാം. അപ്പോൾ ചിലർ വിൻഡോ സൈഡിലിരിക്കും, ചിലർ മിഡിൽ ഏരിയയിലിരിക്കും. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ കണ്ട് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് വിൻഡോ സൈഡിൽ തന്നെ ഇരിക്കാം. പിന്നെ പെറ്റ്സൊക്കെ അലൗഡാണ്. അതേപോലെ തന്നെ ഷോപ്സ്, നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും അതേപോലെ എന്താ പറയുക റെസ്റ്റോറൻറ്റ്സ്, ഞാൻ പറഞ്ഞില്ലേ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കണമെങ്കിൽ അതിനകത്തുനിന്ന് തന്നെ മീൽസും കാര്യങ്ങളും ഒക്കെ കഴിക്കാം. ഫുൾ അതായത് ഒരു എല്ലാ സംവിധാനങ്ങളും നമുക്കുള്ള ഒരു സെറ്റപ്പാണ് ഈ ഫെറി എന്ന് പറയുന്നത്. പിന്നെ ഫെറി റൈഡ്സിന് ഫിക്സഡ് ടൈം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ട് വേണം വീട്ടിൽ നിന്ന് ഇറങ്ങാനും. ഈ ഫെറി എത്തുന്നതിന് മുന്നേ എത്ര അവേഴ്സ് ട്രാവൽ ഉണ്ട്, ഇതൊക്കെ നമ്മൾ മുന്നമേ പ്ലാൻ ചെയ്തിട്ട് വേണം ഇറങ്ങാനൊക്കെ. അതേപോലെ തന്നെ ഫെറി റൈഡിൻ്റെ ഡ്യൂറേഷൻ ഓൾസോ ക്യാൻ ഡിപ്പെൻഡ് അപ്പോൾ എത്ര ദൂരമുണ്ട്, നമുക്ക് ചെന്നെത്തേണ്ടിയ സ്റ്റോപ്പ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എത്ര ദൂരം ഉണ്ടെന്നുള്ളതനുസരിച്ച്. അപ്പോൾ 1/2 hour ആയിരിക്കും, അല്ലെങ്കിൽ 3 hours വരെ നമ്മൾ ഫെറിയിലിരിക്കേണ്ടതായിട്ടുള്ള ട്രിപ്സും ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ട്രാവലിംഗ് ടൈം എല്ലാം കഴിഞ്ഞു, ഞങ്ങൾ പാർക്കിങ്ങിലോട്ട് ഇറങ്ങി തിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയി, എന്താണെന്ന് വെച്ചാൽ മറ്റൊരു കൗതുകകരമായ കാഴ്ച എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഓർഡർ ചെയ്യും. അപ്പം നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ കയറി ബില്ലൊക്കെ പേ ചെയ്ത് ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു റൗണ്ടിൽ ഒരു ബ്ലാക്ക് കളറിലൊരു സാധനം തരും. അത് ബീപ്പ് അടിക്കുമ്പോഴാണ് നമ്മുടെ ഓർഡർ റെഡിയായി എന്നുള്ള ഒരർത്ഥം. അപ്പോഴാണ് നമ്മൾ പോയി നമ്മുടെ ഓർഡർ കളക്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ.